ഹായ്, പുതിയൊരു സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് തിയേറ്ററിൽ 8 നിലയിലല്ല 16 നിലയിൽ പൊട്ടി ഇപ്പം OTT റിലീസ് ചെയ്ത സിനിമ ബാഡ് ബോയ്സ് റിവ്യൂ ഇട്ടാണ്. ഈ പടം ഇറങ്ങിയത് എനിക്ക് തോന്നുന്നു ഓണം സമയത്ത് കണ്ടാന്ന് തോന്നുന്നു. അന്ന് ഈ ഒരു പടത്തിനെ പറ്റി ശ്രദ്ധ നേടിയതാണ്. ഇതുപോലെ ഷാസാം ഒരു റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പടം ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞിട്ട് റിവ്യൂ ചെയ്ത് അതിനെതിരെ ഒമർ ലുല്ലു ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു പടം കുറച്ച് പേരിലോട്ട് എത്തിയത്. ഈ പടം എങ്ങനെ ഒരു പടം ഇറങ്ങിയിട്ടുണ്ടെന്ന് തന്നെ എത്തി തന്നെ. അപ്പോൾ ആ റിയാക്ഷനൊക്കെ ഞാൻ അവസാനം പറയാം. ഇപ്പം ഒമർ ലുല്ലുവിൻ്റെ റിയാക്ഷനെ പറ്റിയുള്ള വീഡിയോ ഞാൻ അവസാനം പറയാം. ഇപ്പോൾ ഷസാം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ പടം ഇൻ്റർവെല്ലിന് മുമ്പേ ഇറങ്ങിപ്പോരാൻ പുള്ളിക്ക് തോന്നിയെന്നാണ് പറഞ്ഞത്. എനിക്ക് ഈ പടം ഇപ്പോൾ OTT കണ്ടിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഈ പടം തിയേറ്റർ ആക്രമിക്കാൻ, അതായത് തിയേറ്റർ നശിപ്പിക്കാൻ ഇത് തിയേറ്റർ ഓണറുടെ ഭാഗ്യം എന്ന് പറയാം. അത്രയ്ക്ക് മോശം സിനിമ. അതായത് ഈ ഒമർ ലുല്ലുവിൻ്റെ പടം എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒമർ ലുല്ലുവിൻ്റെ പടം എല്ലാം ആ ഹാപ്പി വെഡ്ഡിങ് ഒഴിച്ച് ബാക്കി എല്ലാം ഒരു വല്ലാത്തൊരു പടം തന്നെയാണ്. അതിൽ ഏറ്റവും മോശം സിനിമയാണ് ഒമർ ലുല്ലുവിൻ്റെ ഈ വന്ന ബാഡ് ബോയ്സ്. ഇതൊരു സിനിമയാണോ? ഇതിൻ്റെ കഥ എഴുതിയേക്കുന്നത് പുള്ളിയാണ്. ഇതിനകത്ത് എന്തോ കഥ, അത് ഒമർ ലുല്ലു തന്നെ എൻ്റെ കഥ ഡയറക്ടർ എഴുതിയേക്കുന്നത്. തിരക്കഥ എഴുതിയേക്കുന്നതെന്ന് പറഞ്ഞാൽ എന്തോ സാരംഗ് ജയപ്രകാശ് എന്തോ എഴുതി വെച്ചേക്കുന്നത്. എന്തോന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ എഴുതി വെച്ചിരിക്കുന്ന സ്ക്രിപ്റ്റ് എന്തോ എനിക്കൊന്ന് ഇതിനകത്ത് ഡയലോഗ്സ് ഒന്നും അവർ എഴുതിയിട്ടൊന്നുമില്ല. ചുമ്മാതെ അവർ അന്നേരം ഷൂട്ടിങ് എന്തോ വായി വരുന്നത് അതങ്ങ് നിങ്ങൾ പറഞ്ഞുകൊണ്ട് എഴുതി പറഞ്ഞിട്ടുള്ള ഡയലോഗിൻ്റെ കൂട്ടാണ് പോയിരിക്കുന്നത്. എല്ലാവരും ഓവർ ഡയലോഗ്. ഇതിനകത്ത് കോമഡി എന്നൊക്കെ പറഞ്ഞ് എന്തോ കാണിച്ചു വെച്ചേക്കുന്നത്. ഇതിനകത്ത് ഒരു കോമഡിയുടെ എക്സ്പ്ലനേഷൻ ഞാൻ പറയാവേ. ഇതേപോലെ ഇവർക്ക് റഹ്മാൻ ഒരു നല്ല ആക്ടറാണ്, ഒരു പന്ന ആക്ടറാണ് ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഇതിനകത്ത് പുള്ളിക്കാരനെ കൊണ്ടുവന്ന ഒരു കോമാളി, പുള്ളി മാത്രമല്ല ഇതിനകത്ത് ഏറെക്കുറെ എല്ലാ കോമാളി ക്യാരക്ടേഴ്സും എല്ലാം ഉണ്ട്. ആരൊക്കെയാണെന്ന് ഞാൻ പറയാം. ഒരു കോമഡി പറയുവാണെങ്കിൽ ഈ റഹ്മാൻ്റെ കുടുംബത്തിന് കുറേ റിസോർട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ താമസിക്കാൻ വന്നവർ ഇവൻ്റെ ഭാര്യയായിട്ട് വന്നവർ അതിനും വലിയ വെറുപ്പീര്. റഹ്മാൻ്റെ വൈഫായിട്ട് വന്നവർ, ആ വൈഫും കൊച്ചുമായിട്ട് വന്നത് ഇതുപോലൊക്കെയുള്ള സിനിമ നോക്കുമ്പോൾ വീട്ടുകാരൊക്കെ കൊച്ചുങ്ങളെ നല്ലോണം നോക്കിയിട്ട് വിടണം. അല്ലെങ്കിൽ ഇത് ആ കൊച്ചിനെ നല്ലോണമെങ്കിലും ഒന്ന് ആക്കിയെടുക്കണമായിരുന്നു. കൊച്ചു അതിനും വലിയ വെറുപ്പീര്. കോമഡി എന്തെന്ന് പറഞ്ഞാൽ ഇതുപോലെ റിസോർട്ടൊക്കെ ഉണ്ട്. അപ്പം താമസിക്കാൻ വന്നവർ വഴക്ക് പറഞ്ഞിട്ട് പോയെന്ന് പറഞ്ഞിട്ട് അത് എന്തിനാ വഴക്ക് പറഞ്ഞിട്ട് പോയെന്ന് നോക്കിയപ്പോൾ എന്തോ അതിനകത്ത് റിസോർട്ടിൽ മൂട്ടയുണ്ട്. അപ്പം ഈ ബിബിൻ ജോർജ് ഏറ്റവും വലിയ വെറുപ്പിലും ബിബിൻ ജോർജ് മോന്തയ്ക്ക് ഒരു ഇടി കൊടുക്കാൻ തോന്നുന്നു. കാരണം എന്തൊക്കെയോ കോമാളിത്തരം കാണിച്ചു കൂട്ടുന്നുണ്ട്. അപ്പോൾ ഈ ബിബിൻ ജോർജ് പറയുക അത് മൂട്ടയൊന്നും ആയിരിക്കത്തില്ല, എലിയോ പാമ്പോ വല്ലതും ആയിരിക്കും. പിന്നെ എന്തോ ടാങ്കിലൊക്കെ പൂച്ചയൊക്കെ കിടന്ന് പൂച്ചയുടെ മൂത്രമോ വല്ലതും കിടന്നായിരിക്കും, അതായിരിക്കും അവർ പോയെന്ന്. കോമഡിയാ. അങ്ങനെ സെന്തിൽ നല്ല റോള് കിട്ടിയ പുള്ളി നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു ആക്ടറാണ് സെന്തിൽ. ഈ അഞ്ചക്കള്ള കോക്കാനകത്ത് എനിക്ക് തോന്നുന്നത് പുള്ളി ഉണ്ടെന്ന് തോന്നുന്നു. അത് കിടലിനായിട്ട് എനിക്ക് അഞ്ചക്കള്ള കോക്കാൻ ഫുള്ള് ഇഷ്ടപ്പെട്ടെ. അതിനകത്ത് എല്ലാവരെയും ഓരോരുത്തരുടെയും 4-5 ക്യാരക്ടറേ ഉള്ളെങ്കിലും അവരെല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറാണ് സെന്തിലിൻ്റെ. സെന്തിലിൻ്റെ ഒരു കോമഡി ഉണ്ട്. അതായത് പോലീസ് അറസ്റ്റ് ചെയ്യാൻ വരുമോ, അപ്പോൾ വനിതാ പോലീസ് ഉണ്ട്. അപ്പം ഒരു ഗണ്ണിന് വേണ്ടിയുള്ള ഒരു തെരച്ചില്ല, അത് അവിടെ ഒന്നുമില്ല, എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് വന്ന് തപ്പിക്കൊള്ളാം. അത് വനിതാ പോലീസിനെ എടുത്ത് അത് എത്രയോ സിനിമയിൽ വന്ന് പഴകിയ കോമഡി. അവിടെ വന്ന് എന്തുവാ വനിതാ പോലീസ് വന്ന് ഇങ്ങനെ തപ്പി നോക്കുമ്പോൾ ഇയാൾ ഇങ്ങനെ എന്തൊക്കെയോ എക്സ്പ്രഷൻ കാണിക്കുന്നുണ്ട്, ചിരിപ്പിക്കാൻ നോക്കുമോ എന്തോ കണ്ടിട്ട്. മ്യൂസിക് ചെയ്തേക്കുന്നത് വില്യം ഫ്രാൻസിസ്, ഒരു കച്ചറ മ്യൂസിക്, എല്ലാം കൊണ്ടും കച്ചറ. പിന്നെ ആകെ എനിക്ക് ഇതിനകത്ത് കുറച്ച് ഇഷ്ടമായെന്ന് പറഞ്ഞാൽ ഈ ഇവന്മാരുടെ എല്ലാവരെയും വെറുപ്പീര് കാരണം ഇവന്മാർ ഒരു ഇടി കൊടുക്കാൻ തോന്നുമ്പോൾ കറക്റ്റ് ആ സമയത്ത് ഒരാൾ അവിടെ എത്തിയിട്ടുണ്ട്. ആരാന്നറിയോ? ബാബു ആൻ്റണി വന്നപ്പം ഇൻട്രോ ഒക്കെ കിട്ടുന്നതായിട്ടുണ്ട്. ബാബു ആൻ്റണിയുടെ എന്തുവാ ഗ്ലാസിനകത്തൂടെ പഴയ സിനിമയുടെ കാണിക്കുക, അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അത് കഴിഞ്ഞിട്ട് പുള്ളി ഒരു കോമാളിയൊക്കെ വെച്ചിട്ടുണ്ട്, തലയടിച്ച് പൊള്ളിച്ച് അവിടെ ബോധം പോയി കിടക്കുന്നത്. ഇങ്ങനെയൊക്കെ കാണിച്ച് വെറുപ്പിച്ച് പോകുന്നൊരു സിനിമ. ഈ ഒരു സിനിമ നെഗറ്റീവ് അല്ലാതെ പിന്നെ എന്തോ പറയുന്നത്. ഭാഗ്യത്തിന് തിയേറ്റർ അടിച്ച് പൊളിക്കാഞ്ഞത് ഓണറുടെ ഭാഗ്യം. ഇത് ഇൻ്റർവെല്ലിന് മുന്നേ ഇറങ്ങിപ്പോരാൻ തോന്നുന്നു. ഇൻ്റർവെല്ലൊക്കെ എത്തണമെങ്കിൽ ഇത് എങ്ങനെ സഹിച്ചിരുന്ന് കാണുമെന്ന് നോക്ക്. പിന്നെ ഇതിനകത്ത് ഇയാൾ വരുന്നുണ്ട്, ആരാ? ധ്യാൻ ശ്രീനിവാസൻ. ധ്യാൻ വന്നിട്ട് ഉള്ള സിനിമ പൊട്ടുന്നത് പോരാഞ്ഞിട്ടാണ് തോന്നുന്നു ഇതിനകത്ത് ഒന്ന് തല വെച്ച് കൊടുത്തത്. ധ്യാൻ്റെ വെറുപ്പീര് വേറെ. പിന്നെ ഇതിനകത്ത് ബാല വരുന്നുണ്ട്, ബാലയുടെ വെറുപ്പീര് വേറെ. ബാല ഇതിനകത്ത് ഒരു പ്രൊഡ്യൂസറായിട്ടാണ്. പ്രൊഡ്യൂസർ റിവ്യൂ കാരണം പ്രൊഡ്യൂസർ സിനിമ പൊട്ടുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ കൊട്ടേഷൻ എടുത്ത് വരിക. ആരൊക്കെയാണെന്ന് അറിയോ റിവ്യൂ പറയുന്നത്? ആറാട്ടണ്ണൻ ഇതിനകത്ത് ഒരു റോളി വന്നിട്ടുണ്ട്. ആറാട്ടണ്ണൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, എന്നുവെച്ചാൽ പുറവശത്ത് നിന്നുള്ള ഷോട്ടാണ്, പുള്ളിക്ക് ഡയലോഗ് കിട്ടാത്തതുകൊണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന ഇല്ല കഞ്ചാവ് ലുക്കുള്ള ആ വേട്ടാവളിയൻ്റെ ആ വെറുവാക്കലിൻ്റെ പേരെന്തുവാ, അലനോ പെരേരയോ അങ്ങനെയുള്ള ഒരു വെറുവാക്കലിനെ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയാം, ഇവന്മാരുടെ റിവ്യൂ ഇവന്മാർ രണ്ടുപേരും പറയുന്ന റിവ്യൂ ആണെന്ന്, അല്ല ഈ പെരേര എന്ന് പറയുന്ന ആ വേട്ടാവളിയൻ പറയുന്ന റിവ്യൂ ആണെന്ന് പോലും ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല.
അവന്മാർ എന്തൊക്കെയോ പിച്ചുമ്പേരുന്ന് പറയുന്നത് അതിനെയാണ് ഇതിനകത്ത് കാണിച്ചേക്കുന്നത് റിവ്യൂ കാരണം പൊട്ടുന്നതായിട്ട്. പിന്നെ ഇതിനകത്ത് കോക്ക് സാറിന്റെ ഒരു ഡൂപ്പിനെ കാണിക്കുന്നുണ്ട്. ആ ഒരു സാധനം അത് ഒരു രീതിയിൽ ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ടിനി ടോം വരുന്നുണ്ട്, ഇങ്ങനെ പുള്ളിയുടെ കണ്ണിരിക്കുന്നത് ടിനി ടോം വരുന്നുണ്ട്, വേർപ്പിച്ചിട്ട് പോയിട്ടുണ്ട്. സുധീഷ് വരുന്നുണ്ട്, ഡ്രാക്കുള സുധീഷ് വരുന്നിട്ട് വേർപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് മൊട്ട രാജേന്ദ്രൻ വരുന്നുണ്ട്, തമിഴ്നാട്ടിൽ നിന്ന് മൊട്ട രാജേന്ദ്രൻ വരുന്നുണ്ട്. മൊട്ട രാജേന്ദ്രനും വന്ന് എന്തൊക്കെ കാണിച്ചിട്ട് അവസാനം ഒരു ഫൈറ്റ് ഉണ്ട്, എന്തൊക്കെ കാണിച്ചിട്ട് പോയിട്ടുണ്ട്. ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇമോഷൻ കണ്ട് നല്ലോണം ചിരിച്ചു വന്നിട്ടുണ്ട് ഓരോരുത്തരുടെ എക്സ്പ്രഷൻ കണ്ടിട്ട്. ഫോണിൽ കണ്ടിട്ട് പോലും ഇഷ്ടപ്പെടാത്ത ഒരു കച്ചറ ഒരു ക്ലോസറ്റ് പടം ബാഡ് ബോയ്സ്. പിന്നെ ഇതിനകത്ത് ഒമർ ലുല്ലു എന്തുവാ ആ സമയത്ത് ഒരു റിയാക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ പറയുകയാണെങ്കിൽ ഈ ദൃശ്യത്തിൻ്റെ ക്ലൈമാക്സ് ഉണ്ടായതുകൊണ്ട് ആ പടം ഹിറ്റായത്. പിന്നെ കഥ പറയുമ്പോൾ ഇതിനകത്ത് ലാസ്റ്റ് മമ്മൂട്ടിയുടെ സ്പീച്ച് ഇല്ലെങ്കിൽ പടം ഫ്ലോപ്പായി പോയത് ഇങ്ങനെ പറയുന്നത്. അതുവരെ ഇപ്പം ആ രണ്ട് പടത്തിനെയും കമ്പയർ ചെയ്യുക, ഈ ഒരു കച്ചറ പടമായിട്ട് ബാഡ് ബോയ്സുമായിട്ട് കമ്പയർ ചെയ്യുക ഈ രണ്ട് പടത്തിനെ വെച്ച്. ദൃശ്യത്തിനകത്ത് ആ ഒരു എന്തുവാ ലാസ്റ്റിലത്തെ ആ ഒരു ക്ലൈമാക്സിന് മുമ്പ് അവിടെ വരെ ആൾക്കാരെ ത്രില്ല് അടിച്ച് കൊണ്ടുപോകണമെങ്കിൽ അത് എന്തോ പാടാണെന്ന് ആലോചിച്ച് നോക്കണം. പിന്നെ കഥ പറയുമ്പോൾ എൻ്റെ ഇപ്പോഴും എനിക്ക് കാണാൻ ഇഷ്ടമായിട്ടുള്ള സിനിമ കഥ പറയുമ്പോൾ. അല്ലാതെ കോമഡിയും ഇതിൻ്റെ കോമഡിയും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കും. നിങ്ങൾ എന്തോ കണ്ടുകൊണ്ട് ഇതുമായിട്ട് കമ്പയർ ചെയ്യുന്നത്, ഈ ഒരു ക്ലോസറ്റ് പടമായിട്ട് എന്തിനാ കമ്പയർ ചെയ്യുന്നത്? ഒമർ ലുല്ലു ഈ ഒരു എല്ലാത്തിനെയും ഈ ഒമർ ലുല്ലുവിനെ എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ ഈ പഴിപ്പിച്ച ചൂരലെടുത്ത് പുറമടിച്ച് പൊളിക്കാൻ തോന്നി ഈ സിനിമ കണ്ടിട്ട്. ഒരു രീതിയിലും ആസ്വദിക്കാൻ പറ്റാത്ത ഒരു പടം. ഇതാണ് ഇതിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.